അപ്പൊ പൊലിച്ച ഗൈസ് ഇവിടെ തനിച്ച കച്ചറാണ് മനസ്സിലായേ? ഫുള്ള് കച്ചറ ഇതാ ബ്ലോഗർ ഇത് കുപ്പ കഴിച്ചിട്ട് പോലട്ടാ ഫുള്ള് കച്ചറാണ് ഗൈസ്. നേരത്തെ എടുത്ത് കഴിയാണല്ലോ കുക്കർ വിസിലടിക്കണ ഒരു ഒച്ച ഉണ്ടായിട്ടാണ് നിങ്ങൾ എണീറ്റ് വരുമ്പോൾ അച്ഛാണ്. എന്നാലും ഇപ്പൊ കുക്കറിന് വിശേഷിക്കുന്നു. നീച്ചൂടെ നേരത്തെ എത്ര നേരം വിളിക്കാൻ തന്നെ അന്നെ തന്നെ ആ അന്നാണ് ഏറ്റവും കൂടുതൽ വിളിച്ചത്. അതറിയ ഞങ്ങള് ഇതാണല്ലോ എല്ലാവർക്കും എടുക്കുന്ന മുന്നേ ഞാൻ പറഞ്ഞേ പക്ഷെ വീഡിയോ എടുത്ത് ഫസ്റ്റ് എടുത്തോന്ന് പറഞ്ഞു. വേണ്ട ഉമ്മച്ചി പറഞ്ഞു വേണ്ട. ഉറക്കത്തിന്റെ മൂലല്ലോ അതാ ഉള്ള അജ്ജി വിട്ടേട് 2 ദിവസത്തിനുള്ളതാണ് ഓരോ ദിവസം അടിയില് കോമഡി ആണെങ്കിലും നോമ്പ് നോക്കാതെ പാത്രം നിറച്ച് കണ്ടില്ലേ? അതിന്റെ തിന്ന് ഇത്ര ആയിട്ടുള്ളൂ. ഇത് ഫുള്ളുണ്ട് ഇനി കണ്ടില്ല? അതാ ഇത് നമ്മള് കുറച്ച് തിന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത് പാത്രം നിറച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ? നമ്മള് കുറച്ച് തിന്നിട്ടുള്ളൂ, എല്ലാരും ഇത് തിന്നു കഴിഞ്ഞിട്ടില്ല. നോക്ക പാത്രം നിറച്ചെടുത്തിട്ടല്ലേ. 10-24 പത്തിരി തിന്നില്ലേ? കുത്തി കൊടുത്തടാ, കണക്ട് ചെയ്തെടുക്ക്. പച്ചക്കറിയല്ലോ. അപ്പോ ഹലോ ഗായ്സ്, പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനൊന്നും പറയണില്ല അതിലെ എന്തൊക്കെ പറയണം, പക്ഷെ പറഞ്ഞ അതുകൊണ്ട് പറയില്ല. ചൊല്ലു ഞാൻ എത്തിച്ചു സൗണ്ട് ഇവിടെ എല്ലാവർക്കും ഒരു പ്ലേറ്റ്, അമ്മച്ചിക്ക് 2 പ്ലേറ്റ് ആണോ? ചെറുപ്പത്തിലല്ലേ? വലിപ്പത്തിലാരാ വരുന്നത്? ചെറുപ്പത്തിലും വലുപ്പത്തിലും ഒരേപോലെ അമ്മച്ചിനോട് വന്നാണ് ഉമ്മ ഞാൻ നോമ്പ് നെയ്യത്തൊക്കെ മറന്നെന്ന് പറഞ്ഞ ഒരാള് സാലു. ഒന്നും പറയില്ല, വലിയ പുണ്യാണ്. ഇല്ല സാല് ഫുള്ള് തന്നെയാണ്. ഉച്ചരെ നോമ്പ് പറ്റുന്നത് പോരമ്പോന്ന് ചോദിക്കും. ഉച്ചരെ നോറ്റാൻ വന്ന പൈര് പിന്നെ ബുദ്ധി രസം നോമ്പൊക്കെ കറക്റ്റ് എത്ര ചെറുപ്പത്തിൽ സാലു സാനു ഞാൻ മത്സര നമുക്ക് ഓർമ്മയില്ല. നിങ്ങള് കൊരക്കണേന്ന് പറഞ്ഞല്ലോ. ഞാൻ കൊരക്കണേ ഞാൻ വിട്ട് പറഞ്ഞില്ല.
ആ വീഡിയോ എടുത്തു. ഞാൻ കൊറേ ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇല്ല, ഇല്ല പിന്നെ വേറെ ഒരാള് വന്ന് പറഞ്ഞു. ആ മതി അച്ഛണ്ടാക്കല്ല. പണ്ട് സാലും ഞാന് സാലും നമ്മള് മൂന്നാളും കൂടെ ഇങ്ങളാണെങ്കിൽ അന്ന് മത്സരം വെക്കുമല്ലോ. ഏറ്റവും കൂടുതൽ നോമ്പ് നോക്കണവർക്ക് പെരുന്നാക്ക് അതുണ്ട് ഇതുണ്ടായിരുന്നു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ വാഗ്ദാനങ്ങൾ നൽകും. സാനു ആണെന്നുണ്ടെങ്കിൽ ചെറുതാണെന്ന് ചില സാനു നോമ്പ് സാധനം ഒഴിവാക്കൂല. എന്നിട്ട് എനിക്കൊക്കെ ഒരു പനി എന്താ വെച്ചാൽ ഞാൻ പറയാം സാനിച്ചു കൂടെ നോമ്പൊക്കെ ഒഴിവാക്കാറ്. കാരണം എന്നെക്കാളൊരു നോമ്പ് കൂടി കഴിഞ്ഞാൽ കിട്ടുന്ന സമ്മാനം പോവല്ലോ. ഓളുണ്ട് ഒഴിവാക്കണ്. എന്തൊക്കെ വന്നാലും നോമ്പ് കൊടുക്കും. അത് എത്ര ചെറുപ്പത്തില്ല, നല്ല ചെറുപ്പത്തിൽ 3-ല് 2-ലൊക്കെ പഠിക്കാൻ മതി. ആ ടൈമിലൊക്കെ ഏകദേശം നെയ്ച്ചറെ പഠിക്കും. 3 നോമ്പൊക്കെ ഇപ്പച്ചി ഫസ്റ്റ് നമ്മളാ പാർക്കുന്നോളൂ 1-ാം ക്ലാസ്സിലാ. 1-ാം ക്ലാസ്സോ? 1-ാം ക്ലാസ്സിൽ 4 പേരല്ലേ 1-ാം ക്ലാസ്. നമ്മളെ കുടിയിരിക്കൽ എനിക്ക് 3 വയസ്സോളം വന്നാൽ അവിടുന്ന് വെട്ടിച്ചെറുവിടെ ചേർത്ത് പൊട്ടിയാ ഓഫായിടാ. ഓഫായി. അതിന്റെ മസാല ഓഫായിട്ടൊന്നും മസാല പോയി. അന്നോളൊന്നില്ല, അന്ന് ഓൽക്കൽ തുടങ്ങിനോ, അന്ന് ഓൽക്കണോന്ന്. ഇപ്പച്ച് ഫസ്റ്റ് താങ്ങുമ്പോൾ ഫുള്ള് ഇവിടെ ഉണ്ടായി. തലേന്നല്ല ഇവിടേക്ക് നോമ്പിന്റെ സമയത്തില്ല. അന്നോളം 1-ാം ക്ലാസ്സിലാ. ഇപ്പച്ചി പോയി ആൾട്ടായാ കാര്യം സാധിക്കാൻ പോയ ഇപ്പച്ചി അങ്ങനെ അപ്ലോഡ് ചെയ്തത് ഡൗൺലോഡ് ചെയ്യാൻ പോയതോ അല്ലെ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പോയതോ അങ്ങനെ എന്തോ ഞാൻ ഡിലീറ്റ് ആക്കാൻ പോയതാണ്. നോളജ് മാനസികമായിട്ട് തളർത്തി സാധനം. ദുബായ് ഫ്രം ദുബായിന്ന് മെസ്സേജ് ദുബായിന്ന് മെസ്സേജ് ആയിട്ട് പൈപ്പ് 2 ദിവസം തീർത്താല് സമാധാനായി. വലിയ 2 ഞാൻ തിന്നു. ചെറിയ 2 സ്ഥലോ പറ്റ സ്ഥലമാണ് വേസ്റ്റാക്കരുതല്ലേ ഫുഡ്. ഞാൻ ചെറുതുണ്ട്, കാണാൻ കോണല്ല. നാടൻ പേരൊക്കെ കാണാൻ കോണല്ല. കോണല്ലാന്ന് മാത്രല്ല ഒരു ക്വാളിറ്റി ഇല്ല. അപ്പൊ പിന്നെ ഒഴിവാക്കി. ഇത് പയം പുയ്ങ്ങിയ കോഴിമുട്ട പുയ്ങ്ങിയില്ല. അതെ ഇത് തിന്നിട്ട് പുയ്ങ്ങാന്ന് ആലോചിക്ക. രാസപ്പെട്ട് ഒഴുക്കൊഴിഞ്ഞിട്ട് തലേന്റെ ഇന്നലെ പറഞ്ഞല്ലേ എന്നോട് തൊണ്ട ഗ്ലോക്കാൻ മയ്യ ഒഴിവാക്കാനത്തോട് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. ഇല്ലെങ്കിലേ ഉണ്ടല്ലേ ഒഴിവാക്കാന്. ആ ചൂടാൻ കുടിച്ചോളൂ. എന്റെ മനസ്സമാധാനം എന്നിട്ട് കക്കൂസിലും പോവാൻ സഭയ്ക്കുള്ള ഫോണാ കൊണ്ടാ എനിക്കൊന്നും ഇപ്പൊ പറയാനില്ല. എന്താക്കൊന്നും പറയാത്തത് മജി കൊരക്ക കോരൽപ്പനി എല്ലാവർക്കും കൊരപ്പനി
കൊരക്കൽ പനി വന്നിട്ട് എല്ലാവർക്കും. കൊരക്കൽ പനി കൊരക്കൽ കൊറേൽ പനി വൈറൽ ഫീവർ എന്നാണ് ഉദ്ദേശിച്ചത്. വൈറൽ പനിന്ന് കേട്ടിട്ടുണ്ട്. കൊരയൽ പനി കൊരയൽ പനി എന്ന് പറഞ്ഞ പനി വന്നിരിക്കുന്നില്ലേ? കൊച്ചിലാണുള്ള അത് ഏതിന്റെ വകഭേദം? ഫ്രം ദുബായ് ഫ്രം സൗദി. നമ്മളെ വീഡിയോക്ക് ആര് കമന്റ് ഇട്ടില്ലെങ്കിലും ഷായിലയുടെ ഉമ്മന്റെ വക 4 കമന്റ് ഉണ്ടാവും. പിന്നെ ഫ്രം സൗദിയിൽ ഷായിലയുടെ ഫാൻസ് ഉണ്ടാവും. ഷൈന ഫ്രം ദുബായ്. ഷായിന ഫാൻസ് ഫ്രം ദുബായ്. എന്തത് തവള എടുക്കണ തവള എടുക്കണായിരുന്നു. യൂണിഫോമിലേക്ക് അഴിമാറിട്ടോ പച്ചി ജോലിയിലേക്ക് പോവാണ്, പ്രവേശിക്കുകയാണ്. ആശീർവദിക്കുക, അനുമോദിക്കുക. ആ റൂട്ടിലേക്കാണ് ഇപ്പച്ചി പോണത്. ഇപ്പച്ചി ഇന്ന് ആ റൂട്ടിലേക്കല്ല പോണത്. പെട്ടെന്ന് ആണി പോലെ ആൾക്കാന്നുള്ളപ്പോ മനസ്സിലായി. നിങ്ങളെന്തിനാ പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പൊ അപ്പൊ ഈ വയസ്സായി പറഞ്ഞ പഴയ മോട്ടർ ക്ലിപ്പൊക്കെ ചക്കര ആർക്ക് വയസ്സായില്ല. എന്താ ചുരുങ്ങിയത് 50 പെച്ചിക്ക് 55, പെച്ചിക്ക് 55, പെച്ചിക്ക് 53, ഷായിലക്ക് 24. നമ്മളെ ഫ്രം സൗദി അതിനെ നോക്കുക. കുഞ്ഞാ വരുന്നുണ്ട് പറഞ്ഞിട്ട് ഫ്രം സൗദി. എന്താ കൈമൂലെന്താണ് ഇതെന്താ മറവ് പോയി കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്. തിന്നോട്ടെ ആയിരല്ലേ നോമ്പ് വിവരാക്കാനുണ്ട്. ഒരു പേരൊക്കെ ഒരു പേരകന്റെ വലിപ്പത്ര ചോദിക്കട്ടെ അവന്റെ കൊരപ്പ് എങ്ങനെയുണ്ട്? കൊരെങ്ങനെയുണ്ട്? ഇതുവരെ ഓള് കൊരണ്ട് ഇതുവരെ കൊരച്ചിട്ട് ഞാൻ കേട്ടില്ല ചേട്ടു. ഞാൻ എപ്പോഴാ വെച്ചേ അതെന്ത് കൊരണ്ട വണ്ടിന് സ്വിച്ച് ഓഫ് ആക്കിയാ ഫുൾ ആറ്റിറ്റ്യൂഡ്. ഫ്രം ദുബായിൽ നിന്ന് ആൾക്കാർ മെസ്സേജ് അപ്പൊ സായില ഫുള്ള് സെലിബ്രിറ്റി അല്ലേ? സായില ഒരു വീഡിയോയുടെ പഴയ വീഡിയോയുടെ കമന്റ് ഇട്ടിട്ടാ ഇവിടെ വന്നാ അതായത് കമന്റ് എന്താ പറഞ്ഞെടുത്താ ആ കമന്റ് പറയും. ആ കമന്റ് നോക്കണോ? അല്ലാ എന്നിട്ട് ഇന്നലെ ഭയങ്കര എന്താ വെച്ചാല് പറയട്ടാ എനിക്കിതില് ഷായിലാനെ ഇഷ്ടപ്പെട്ട് എന്തോ ഒതുക്കുള്ളൊരു മരോള, എന്തോ ഒതുക്കുള്ളൊരു കുട്ടിയാ. ആരിപ്പളാ ഇവിടെ ഒതുക്കുള്ളേ? ഒതുക്കുള്ള കുട്ടിയെ പോലെ ഒതുക്കുള്ള തേങ്ങാണ്. തിന്നുമ്പോ ഓള് ആരോടും പ്രതികരിക്കൂല, തീറ്റ കഴിഞ്ഞിട്ട് പ്രതികരിക്കുള്ളൂ. ഓളാണല്ലോ ഒതുക്കുള്ള. ഇവിടെ ഒതുക്കുള്ള നോക്കട്ടെ. കേട്ടോ ഒതുക്കണ്ട. ഫ്രം ദുബായ് ഫ്രം ദുബായിൽ ഫ്രം ദുബായ് മെജി തെറ്റി. മെജി തെറ്റിലാണ് ഗൈസ്. വണ്ടിന്റെ സ്വിച്ച് ഓഫ് തെറ്റില്ല ഒതുക്കുള്ള കുട്ടി ഒരു കഷ്ടം പേരൊക്കെ വരുമോ? വണ്ടിന്റെ സ്വിച്ച് ഓഫ് ആക്കി പാവാണ് നമ്മളെ ഷായിലത്താത്താണ്.
മെജി തെറ്റി മെജിനെ ശരിയാക്കാൻ മെജി തെറ്റിട്ടുള്ള ശരിയാണ് ഇങ്ങോട്ടേക്ക് ഞാൻ അത് നോക്കട്ടെ. പുഞ്ചിരിയോട് പുഞ്ചിരി ചിരിച്ചാണി എനിക്ക് വേണ്ടിയൊന്നും പോകില്ല. കണ്ടേക്ക് നിങ്ങൾക്കല്ലേ കാണാണ്ട് അതിനെ കാണാണ്ട് നിങ്ങൾക്ക് പോയതും വന്നതും സ്ക്രൂ ആണ്, ആണില്ല. കളഞ്ഞാതാ മരുന്ന് പിടിക്കാണ് ഞാൻ കുഞ്ഞാക്ക് മരുന്നുണ്ട്. മാസത്തില് 2 ആൾക്കെങ്കിലും കണ്ടിന്യൂസ് മരുന്നുണ്ടാവില്ല അല്ലേ? ആ മരുന്നിൻ്റെ ഒരു രസമില്ല. എന്താ കളറായിട്ട് എന്താക്കും 5 ആൾക്കും കുറെ ആയിട്ടുണ്ടല്ലേ? ഗുളികന്റെ പാക്കറ്റ് കുളിക്കാറില്ല. സായന്റെ മരുന്നാ പള്ളി അളവത്തൊന്ന് ആലോചിച്ച് തിന്നു വാങ്ങിപ്പോ കൊടുക്കും. നിങ്ങളിത് ചൂടാവണം എന്തിനമ്മ? സായിലൊക്കെ ഉള്ള സായ പിടിച്ചോ മരുന്ന്? ഗൈസ് ഈ ഇമ്മ എപ്പോഴും എന്നോട് ചൂടാവും, ഒരാവശ്യമില്ലാണ്ട്. എന്നാ പറഞ്ഞ എന്നെ തോട്ടുന്ന് എടുത്ത് തോട്ടുന്നിട്ട് ഇതൊക്കെ കണ്ടേ എന്നെ തോട്ടിന് എന്നോട് ചൂടാണ്. ഗൈസ് പണ്ട് സാലു വീട് ഇട്ടിറങ്ങി പോയിട്ട് എന്തിന് റോക്കി ബൈക്കാ വന്നിരുന്നു ഒരു ബുക്കിൽ എഴുതിച്ചിനി. ഞാൻ വീട്ടിൽ നിന്ന് വിട്ട് പോവും, ഇറങ്ങും. അന്നെ വേണ്ടാഞ്ഞിട്ട് ആ ബുക്കൊക്കെ ഇപ്പൊ കിട്ടിയിട്ട് സാലു വെച്ച് തീർന്ന് ഇഞ്ചി എയറിലല്ല വേറെ അവിടെ എത്തിപ്പോ കാണിച്ചോണ്ടോ തെളിവുണ്ടോ വെറുതെ ഇല്ലാത്തൊക്കെ പറഞ്ഞില്ല. ഇല്ലാത്ത നമ്മ നിങ്ങൾ ഓനങ്ങനെ എഴുതി വെച്ചിട്ടില്ല. ഞാൻ ഉടുക്കും അങ്ങനെ എഴുതിക്കണ പറയും സത്യം മാത്രം പറയും. നിങ്ങൾ കാണിച്ചല്ലേ അങ്ങനെ വിഷയം മാറ്റിട്ട് ഇങ്ങളല്ലേ പറയും. നിങ്ങളാണ് കാണിച്ചത്. അക്സെപ്റ്റ് ചെയ്യില്ലെന്നു വെച്ച് ഞാൻ എഴുതിണ്ട് നിങ്ങൾ തെളിവ് കൊണ്ടാവും അപ്പൊ വിശ്വസിക്കുക. ഇല്ലാതെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇജ്ജ എഴുതിക്കണ് ഇജ്ജ് ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ആയില്ലേ? ഇജ്ജ് കണ്ടില്ലല്ലോ പിന്നെ ഡയലോഗ് ഇജ്ജ് കണ്ടില്ലല്ലോ പിന്നെ വെറുതെ വർത്തനാറണ്ട. അതൊക്കെ ഇപ്പൊ എടുത്തൊക്കെയാണ് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണേ. ആദ്യമായി ഞാൻ എല്ലാവരും അന്നുണ്ടല്ലോ എയറിലിടും. എയറിലിടാനുള്ള വകുപ്പുണ്ടോന് ഇട്ടിട്ടില്ലേ അത്ഭുതമുള്ളൂ. കുരുത്തൊക്കെ വെറും എന്നാലും ഇന്നെ വീട്ടിൽ നിർത്തുണ്ടായിരുന്നു. പറഞ്ഞറിയലുള്ളൂ ആണല്ലോ ഇജ്ജ് കൂടെ പോയതാണല്ലോ. അന്നെ എടുത്തോണ്ടായതല്ലേ കരയെന്ന് കൊണ്ടുപോയി പെരേന്ന് വേറെ ഉണ്ടേ എനിക്ക് ഓർമ്മയില്ല. പെരേന്നല്ല സ്കൂളിൽ നിന്നല്ലേ മറ്റേ സ്കൂളിൽ വരുമ്പോ ഒരു ചങ്ങായി കൈ കുടിച്ചത് ഇവരെങ്ങനെ പോവന്നെ. ആര് വിളിച്ചാലും കൂടെ പോകുന്നു. മോശം. അത് കള്ളിച്ചാപ്പിന്റെ അങ്ങോട്ട് കേറിക്കുന്നല്ലേ. 2 ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഒന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതേമാതിരി ഒരു വയ്യാതെ ചങ്ങായി ഉണ്ടായിരുന്നു. അയാളെ കൈ പിടിച്ചിട്ട് മോട്ടർ പോകുന്നുണ്ട്. അയാളോട് ഞാൻ ക്ലാസ് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ആരാഴ്ച പോലെ ആ ചങ്ങായിരുന്നു നിന്റെ മോനത്. മറ്റേത് ഒരു അണ്ണാച്ചി കൂട്ടി കൊണ്ടുപോകുമ്പോൾ മൂപ്പര് ആരാഴ്ചപ്പോ മൂപ്പര് പറഞ്ഞത് നിന്റെ മോനാണ്. അണ്ണാച്ചി വളരെ നടക്കല് അതാണ്. ആര് വിളിച്ചാലും പോവും. പേടിയല്ലേ ഗേറ്റ് കൂട്ടിട്ടില്ല. അന്നൊക്കെ സാലൊക്കെ പോയാലേ അന്ന് സാധനം അന്നിപ്പോ സാധനം തന്നെ ബോംബെ പോയിട്ട് റോക്കി ബൈട്ട് തിരിച്ചരും. ബോംബെയിലെ തെരുവുകളിലൂടെ സാലുവിനെ ഇന്നലെ പറയട്ടെ ഞാൻ വെച്ചു ക്യാപ്ഷൻ തരില്ല. എപ്പോ സബ്സ്ക്രൈബ് ഇന്നലെ പറഞ്ഞ സാധനം ഇട്ടതല്ല. പോട്ടെ ഇന്നലെ രാത്രി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ കുഞ്ഞാനോട് ക്യാപ്ഷൻ ചെയ്യും. അപ്പൊ കുഞ്ഞാവ് തെറ്റി. അപ്പൊ തെറ്റിയപ്പോ ഞാൻ പറഞ്ഞ ഞാൻ കയ്യിന്ന് പോയി പറഞ്ഞിട്ടാ. കയ്യിന്ന് പോയപ്പോ കുഞ്ഞാനിട്ടാ ഞാൻ പറഞ്ഞല്ല ക്യാപ്ഷൻ വെച്ച് വെക്കോ തെറ്റി. നമ്മളെ
മുട്ടി പിടിച്ച് എടുക്കുമ്പോ ഇത് വര വെക്കുവോ? ഇല്ല ഇല്ല എന്താ അറിയോ ഇന്നത്തെ ചളിയല്ലോ കൈമല് പോലെയാണ്. ഇതൊന്ന് എടുത്താ ഇത് പോയി ഒട്ടിച്ച് ഇതിന് വലിച്ചാ കിട്ടുമോ? വിളിക്കട്ടെ. എനിക്കറിയില്ല അതിന് നല്ല വര പോകും. ചളി പോകണ്ട ഫുള്ളായിട്ടുണ്ട് വരവ് സാലു പൊടി കൂടെ നല്ല വരവ് നല്ല വരവ് ഇല്ലാന്നാണ്. ഇന്നത് എടുക്ക്. കാലിനോട് ആരെയും മുട്ടിക്കാൻ വേറെ ഓട് ഇട്ടിക്കാൻ എനിക്ക് പോക്കറ്റ് പൊട്ടിച്ച ചോദിച്ചു കിട്ടിയാ നല്ലതാ. അത് മൈക്കാണ് നിങ്ങള് ഒന്നും ഇടലിട്ടില്ല അല്ല ഡെലി നോക്കിയൊക്കെ നന്നാവോ? ഹാപ്പി അല്ലേ? ഹാപ്പി ആയില്ലേ? എനിക്ക് സർവീസ് ഉണ്ട് ഗൈസ്. പൈസ നോക്കുന്നുണ്ട്. ഫിസിക്കൽ ഡാമേജ് എന്തെങ്കിലും ഉണ്ടമ്മ? അത് കാന്തം. കാന്തം എന്താ അറിയില്ല. ഇങ്ങനെ കേക്കും ഒട്ടിച്ചാളിയുണ്ട്. ഭർത്താനോ പോവാണ്. ഗൾഫ് പോണവരുണ്ടോ സങ്കടം കേട്ടത്. ജൂൺ 2 ഫ്രം ദുബായ്. ഞാൻ എന്ത് പറയണം നിന്റെ ഇഷ്ടം. ഫ്രം ദുബായ്. ഷൈല ഫ്രം ദുബായ്. ഷാഹില ഷൈന ഫാൻസ് ഫ്രം ദുബായ്. അതിന്റെ പേര് പറഞ്ഞ കറക്റ്റ് പറഞ്ഞത്. എല്ലാരും വെറുതെ ഷൈന 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 ഷിന ഫുല ഫുല എന്നൊക്കെ പറയുന്നുണ്ട്. ഷൈല യാസ്മിൻ ഫ്രം ദുബായ് എന്ന് പറയും. പണ്ട് ഇവളെ പെണ്ണാണാൻ പോയ സമയത്ത് പേരെന്താ വെച്ചപ്പോ ഷൈല യാസ്മിൻ ഓർമ്മക്ക് അവിടുന്ന് ചായ അടിക്കുമ്പോ അന്ന് നമ്മള് വണ്ടിയിൽ നേരെ പിന്നെ അന്നെ കണ്ടിട്ട് നേരെ പോയത് ബീച്ചിക്കാ. എന്നാ ബീച്ചിൽ പോണ സമയത്ത് ഇപ്പച്ചൊക്കെ പറയില്ല അവളെ പേര് എന്താ ഷൈല യാസ്മിൻ. ഒരു എടുത്തിട്ടുണ്ടായില്ല കുട്ടികളെ ഇപ്പച്ചി ഓർമ്മ പോയി. സാനുവിന് കറക്റ്റ് ഓർമ്മയുണ്ട്. സാനുവിനെ കൊറേ ഊക്കിനെ സാനുവിന് ഓർമ്മയുണ്ട്. സാനുവിന് കൊറേ പറഞ്ഞു എന്ന് പെണ്ണുണ്ട്. ഷാഹില യാസ്മിൻ ആചാരല്ല മുസ്ലിം സാരില്ല കയ്യിന്ന് പോയി കയ്യിന്ന് പോയിരിക്കുന്നു. കൈയടിക്കട്ടെ ഒരു കൈയടിക്കണേ. ഷായിലന്റെ കോമഡി കൊണ്ട് ഉമ്മച്ചി കൈയടിക്കണ്. ഒന്നും കൂടെ ഉമ്മച്ചി കൈയടിക്കണ് കേട്ടോ. 10 രൂപ കിട്ടിയ ഫ്ലാഷോ വരുന്നില്ല അതുകൊണ്ട് മുണ്ടാക്കാം. അന്നെ കാണണ്ടേ? അന്നെ ദുബായിൽ എത്തിക്കണ്ടേ? എന്നെ ആ ചങ്ങായി ആരായാലും പലരും ചേച്ചിണ്ടാവും. എന്നാലും ദുബായിന്നൊക്കെ ഫാൻസ് ഉണ്ട് പാത്തുന്ന്. ഒന്നും ഇല്ലൂടെ ദുബായിന്ന്. എനിക്കങ്ങനെ ദുബായിലെ ആ ഓളം ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ദുബായിന്ന് വരെ. സെലിനകത്ത് എണീറ്റു ഉമ്മച്ചിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഉമ്മച്ചിന്റെ ചങ്കത്തിയത് നല്ല എണ്ണ ഉണ്ട് എടുത്ത് മജിയെ. ബട്ടർ സമ്പ്രദായ എണ്ണ കൊടുക്കും, അവിടുന്ന് ഉപ്പ് വാങ്ങും, പഞ്ചസാര കൊടുക്കും. സാലുവിനോ സാധുവോ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടല്ലേ? അതാണ് ഉറക്കത്തിന് ഫ്രം സെലീനത്ത ആട്ടിയപ്പോൾ സെലീനത്തെ കൊപ്ര ആട്ടിയപ്പോൾ അതിനു വേണ്ടി എണ്ണ കൊണ്ടുവന്നപ്പോൾ പപ്പ പോകുന്നു ഗൈസ്. പപ്പ ഈസ് ബിസി ജോബ് പ്രഷർ. എന്തേ കേട്ടാ? എന്തേലും നേരത്തെ ഇല്ലേ അവിടെ പോയിരുന്നു കണ്ട് സബ്സ്ക്രൈബ് ഇപ്പം പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ആടിക്കൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. തെളിവുണ്ടോ? അതെ തെളിവ് എന്തിനും തെളിവ് വേണം. ഇല്ലാത്ത പറയേണ്ട ഒരു കാര്യമില്ല. അത് എന്തായാലും സത്യാവൂല. മനസ്സിലായ? എന്നാ പറയും അതിന്റെ പേര്. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ പൊലിച്ച വ്ളോഗ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ
രസമുണ്ടെന്ന് എന്ന് വിചാരിക്കണ്. അപ്പം എല്ലാവരും 5 മിനിറ്റായി വാങ്ങി കൊടുത്തില്ല ഇപ്പോഴൊന്നും വാങ്ങി കൊടുത്തു ബാങ്കല്ലേ കൊടുക്കട്ടെ. എനിക്ക് കുറച്ചേരം കൂടെ ഉണ്ട്. രണ്ടാമത്തെ ബാങ്ക് കൊടുക്കണോണ്ട് ഒരു പേരൊക്കെ മുഴുവനാക്കായിരുന്നു അല്ലേ? മുഴുവനായി സ്കില്ല് നിങ്ങൾക്കൊരു കഷ്ണം സാലിനൊരു കഷ്ണം കൊടുത്തു. ഭയങ്കരമാണ് ആള് നിങ്ങൾ. അപ്പോൾ ഗൈസ് ഫോൺ കൊണ്ടെടുത്ത് കാക്കാൻ നോക്കാം. അപ്പൊ ഗായ്സ് വേണ്ട രസമില്ലേ? രസമുണ്ട്. ഇല്ല എന്നാ ഞാൻ എൻ്റെ എടുക്കട്ടെ. രസമുണ്ട്. ഞാൻ എടുക്കട്ടെ. എൻ്റെ അടുക്ക് ഞാൻ എടുക്കട്ടെ. ഞാൻ ബ്ലോഗ് എടുക്കുന്നുണ്ട്. വണ്ടി എടുക്കട്ടെ. എന്തുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. അല്ല കുഞ്ഞാലോ വയ്ക്കില്ല. ഉപ്പായിടാത്തോണ്ട് ആ അതിപ്പോ എന്താ ഉപ്പായിട്ട് അമ്മയ്ക്കും എന്നാ കൊണ്ടാ വേണ്ട. മൂക്കൊക്കെ വരണ സമ്മതിക്കില്ലല്ലോ. ആ അങ്ങനെ കൊണ്ടുവരണേ. ആ ആ അപ്പോൾ ഗൈസ് അപ്പോൾ എന്ത് എപ്പോ ഗായ്സ് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ രസമുണ്ടെന്ന് വിചാരിക്കുന്നില്ല വെച്ചേ വീഡിയോ. എല്ലാവരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൗതിയാ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. രസമില്ല കേട്ടോ അങ്ങനെ വെക്കണേ. ഫ്ലാഷ് ഓൺത്ത്. അപ്പോൾ വീഡിയോ പോയി വീണ്ടും വരും. ഇനി നാളെ രാത്രി അടുത്ത വീഡിയോ ഇട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ശരി ബൈ. നാളല്ല പൊട്ടാന്ന് ആ ഇന്ന് രാത്രി. അപ്പോൾ ശരി ബൈ ഗൈസ്. ഫ്രം ദുബായ്.